പാഠ്യേതര വിഷയങ്ങളിലും ഒന്നാമതെത്താൻ കഴിയുന്നതാവണം വിദ്യാഭ്യാസമെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 62ാമത് വാർഷിക ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പാഠ്യേതര വിഷയങ്ങളിലും ഒന്നാമതെത്താൻ കഴിയുന്നതാകണം വിദ്യാഭ്യാസമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 62ാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സാധാരണ സ്കൂളുകളിലൊക്കെ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂളുകളുടെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ എടുത്ത് പഠിക്കുമ്പോൾ PTA MPTA പ്രസിഡന്റുമാരുടെയും അംഗങ്ങളുടെയും യോഗം വിളിച്ച് അതിൽ നേരിട്ട് പങ്കെടുക്കാനൊക്കെ ധാരാളമായ സമയം കണ്ടെത്തുന്ന ഒരു പൊതുപ്രവർത്തനമായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ അമ്മമാരോട് സാധാരണ ഞങ്ങൾ ചോദിക്കും, മക്കൾ ആരാകണം എന്നാണ് ആഗ്രഹം. ദീർഘകാലം കൂട്ടിലിട്ട പട്ടി തൊടല് പൊട്ടിക്കുന്നത് പോലെ മറുപടി പറയും. ഡോക്ടറാകണം, എഞ്ചിനീയറാകണം, ശാസ്ത്രജ്ഞനാകണം, ജഡ്ജിയാകണം, വക്കീലാകണം, പോലീസാകണം, കളക്ടറാകണം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ശമ്പളം മേടിക്കുന്ന എല്ലാ പ്രൊഫഷണലുകളുടെയും പേര് സാധാരണ നിലയിൽ കുറ്റം പറയാനാകില്ല. മക്കളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട്. 62 വർഷം പിന്നിടുന്ന എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുന്ന മെഗാ പരിപാടി കഴിഞ്ഞ് ഈ സ്കൂളിൻ്റെ പടിയിറങ്ങി പോകുമ്പോൾ നമ്മൾ മനസ്സിൽ ആദ്യം ഓർക്കേണ്ട കാര്യം നമ്മളെ മക്കളെ ആരാക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. ലാഭനഷ്ടത്തിൻ്റെ ഹരണഗുണന പട്ടിക നോക്കി അച്ഛനമ്മമാർ മക്കളോടും മക്കൾ അച്ഛനമ്മമാരോടും ബന്ധത്തിൻ്റെ ആഴം അളന്നു തിട്ടപ്പെടുത്തണം എന്ന് കച്ചവട സംസ്കാരം പറയുന്ന ഒരു കാലത്ത് മക്കളെ ആരാക്കണം എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിനെ പോലെ 62 വർഷം തൻ്റെ പഠന മുറികളിൽ ആയിരക്കണക്കിന് കുട്ടികളെ അഭ്യസിപ്പിക്കുകയും ലോകത്തിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്ത ഈ അക്ഷരമുത്തശ്ശിയുടെ മുറ്റത്തു നിന്ന് പോകുമ്പോൾ ഏത് കമ്പോളക്കാരനും നിങ്ങളോട് മക്കളെ ആരാക്കുമെന്ന് ചോദിച്ചാൽ അവൻ്റെ പ്രൊഫഷനുകളെ കുറിച്ച് ആലോചിക്കാൻ നേരം കളയാതെ നെഞ്ചുയർത്തി പിടിച്ചവരോട് മറുപടി പറയണം. മക്കളെ ആരാക്കുമെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ, അത് ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കും എന്ന് പറയാൻ കഴിയുന്ന വിധം നമ്മുടെ നാട് മാറേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ്. സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മഴവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള എൻഡോമെന്റുകൾ, എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ എന്നിവയും ചടങ്ങിൽ വിതരണം ചെയ്തു. സംസ്ഥാനതല കലാകായിക മത്സര വിജയികളെ ചടങ്ങിൽ ആദരിച്ചു. സീനിയർ ഗേൾസ് ടഗ് ഓഫ് വാർ ടീമംഗമായി സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട തായ്ക്കോണ്ടോ സ്റ്റേറ്റ് ലെവൽ പാർട്ടിസിപ്പന്റായ മെഹറിൻ ബഷീർ TV. സമ്മേളനാനന്തരം എബനേസറിലെ 500-ൽ പരം കലാപ്രതിഭകൾ അവതരിപ്പിച്ച മെഗാ ഷോ ഗാല 2026 അരങ്ങേറി. പൊതുസമ്മേളനത്തിൽ വാർഡ് മെമ്പർ പ്രതികല റെജി, കേരള ചലച്ചിത്ര അക്കാദമി നിർവാഹക സമിതി അംഗം N അരുൺ, സ്കൂൾ മാനേജർ കമാൻഡർ CK ഷാജി, ഫാദർ ജോർജ് മാന്തോട്ടം, കോർ എപ്പിസ്കോപ്പ, PTA പ്രസിഡന്റ് NM നാസർ, MPTA പ്രസിഡന്റ് രേവതി കണ്ണൻ, പ്രിൻസിപ്പൽ വിജയകുമാർ, പ്രധാന അധ്യാപിക ജിമോൾ K ജോർജ്, സ്കൂൾ ലീഡർമാരായ മനു ഷിജു, ജോയാന S എന്നിവർ പങ്കെടുത്തു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.